ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കൊല്ലത്തിൽ കൂടുതലാണ് ഞാൻ ഓസ്ട്രേലിയയിൽ വന്നിട്ട്. അപ്പോൾ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ എനിക്ക് ഇനി വരാനിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇത് മെയിൻലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ ഓസ്ട്രേലിയയിൽ അല്ലാതെ വരാനിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു വീഡിയോ തന്നെയാണ് ഇതെന്ന് പറഞ്ഞത്. പിന്നെ ഞാനങ്ങനെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ സജഷൻ തരാനും പറ്റിയ അത്ര വലിയ ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മെയിൻലി ചെയ്യരുതാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ചെയ്യണം എന്ന് എല്ലാവരും പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും. പക്ഷേ ഇത് എനിക്ക് പറയാനുള്ളത് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് മടിച്ച് നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ലിസൺ ടു ദ റോങ് പീപ്പിൾ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നാട്ടിലെ ആൾക്കാരുടെ പറയുന്ന കേൾക്കാണ്ട് ഓൾറെഡി ഓസ്ട്രേലിയയിൽ ഉള്ളവർ പറയുന്ന കേൾക്കാന്നായിരിക്കും. അതല്ല ഞാൻ പറയാൻ വന്നത് അങ്ങനെ അധികം ആരും പറയാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിലും കൂടി വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു പുറം രാജ്യത്ത് പോകാൻ നേരത്ത് അവിടെയുള്ള ആളുകളോട് ചോദിക്കും എങ്ങനെയാണ്, അവിടെ വന്നാൽ സെറ്റപ്പാണോ, ശരിയാണോ, വന്നാൽ രക്ഷപ്പെടുമോ എന്നൊക്കെ. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ആളുകൾ നിങ്ങളുടെ സെയിം ഇതിനകത്തുള്ളതാണോ എന്ന് ചോദിക്കുക. സെയിം ഇതെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റിയൊരു അബദ്ധത്തിൽ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. അബദ്ധം ഞാൻ പറയില്ല, ഭാഗ്യത്തിന് ഞാനത് ലിസൺ ചെയ്തില്ല എന്ന് പറയാം. എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് പറയുവാണെങ്കിൽ ആ ഒരു കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വരാൻ നിന്നിട്ട്, അതായത് 4 കൊല്ലം മുന്നേ എനിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരാൾ, എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, ഞാൻ കേട്ടിട്ടുള്ളൂ ഇയാൾ ഓസ്ട്രേലിയയിലാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ചേച്ചി, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ ചേച്ചി ഇവിടെ ഓൾറെഡി സെറ്റിലായിരുന്നു. ആ ചേച്ചി നേഴ്സായിരുന്നു. അപ്പം നമുക്ക് ആകെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയോട് ചോദിക്കാം എങ്ങനെയാണ് ഓസ്ട്രേലിയ എങ്ങനെയാണെന്നുള്ള രീതിയിൽ ചോദിക്കാം. ഞാൻ ആ ചേച്ചിനെ വിളിച്ചു. വിളിച്ചിട്ട് ആ ചേച്ചി ഓസ്ട്രേലിയനെ പറ്റി ഒരു നല്ല കാര്യം പോലും പറഞ്ഞില്ല എന്നതാണ് എനിക്ക് അപ്പം എൻ്റെ തലയ്ക്കൊരു അടി കിട്ടിയ സിറ്റുവേഷനായി. കാര്യം എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്ക് വിസ കിട്ടാനുള്ളൂ, ബാക്കി എല്ലാം ചെയ്തിരിക്കുക. അപ്പോൾ ഓസ്ട്രേലിയ വേണ്ട എന്നുള്ള രീതിയിലാണ് ആ ചേച്ചി പറയുന്നത്. ചേച്ചി പറയുന്നത് നീയൊന്നും വന്നിട്ട് കാര്യമില്ല, കാര്യം നീ ഒരു ബിസിനസ് ഫീൽഡിലുള്ള ഒരാളാണ്, നേഴ്സുമാരൊക്കെ വന്നിട്ടാണ് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നീ വല്ല ഹെൽത്ത് ഫീൽഡിലാണെങ്കിലേ വന്നിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നീയൊന്നും വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പോണില്ല. ഇവിടെ എനിക്കറിയാവുന്ന ഒരു കൊച്ചുങ്ങൾ വന്നിട്ട് ഇതുവരെ പാർട്ട് ടൈം ജോലി കിട്ടിയിട്ടില്ല, 1 കൊല്ലം അവർ വന്നിട്ട് നെഗറ്റീവ് മാത്രം പറഞ്ഞൊരു ചേച്ചി. ആ ചേച്ചി അന്ന് വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയയിൽ സെറ്റിലായിട്ട്, അവിടെ വേറെ ഞാൻ പറയില്ല, നമുക്കറിയാവുന്ന, എനിക്കിങ്ങനെ അറിയില്ല, എൻ്റെ പാരൻസിന് അറിയാം ആ ഒരു രീതിയിൽ. അത് വിളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവമേ ഞാൻ ഇത്രയും ചെയ്ത എഫേർട്ട് വെറുതെ ആയോ എന്നൊരു ഫീല് വന്നു. ചേച്ചി അത് മാത്രമേ പറഞ്ഞു, മോളെ എന്നൊന്നല്ല, ഓസ്ട്രേലിയയിൽ വന്നിട്ട് കാര്യമൊന്നുമില്ല, എന്തിനാ ഇപ്പോൾ വന്നിട്ട്, നേഴ്സുമാർക്കും അവർക്കും മാത്രമേ, അല്ലെങ്കിൽ ഹെൽത്ത് ഫീൽഡിലുള്ളവർക്ക് മാത്രമേ സ്കോപ്പ് ഉള്ളൂ എന്ന രീതിയിൽ ആ ചേച്ചി പറഞ്ഞു. ആ ചേച്ചിയുടെ ചിലപ്പോൾ അത് കേട്ടപ്പോൾ, ചിലപ്പോൾ വേറൊരു വ്യക്തിയാണെങ്കിൽ എല്ലാവരും അത് കേൾക്കത്തില്ല, വേണ്ടാന്ന്, ചിലപ്പോൾ അത് വേണ്ടാന്ന് വെച്ചേക്കാം, അത് കേട്ടത് കൊണ്ട് മാത്രം. എൻ്റെ ഒരു ദൈവം സഹായിച്ച്, ദൈവത്തോട് ഞാനത് കേട്ടില്ല. ഞാനിവിടെ വന്നതിൽ ഒട്ടും റിഗ്രറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷെ അന്നത് കേട്ടിട്ട് വരാതിരുന്നായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളുടെ സെയിം ജേണിയിലുള്ള ഒരു വ്യക്തിയുടെ എന്നാണ് ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജേണിയിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന ഒരാളല്ല. ആ ചേച്ചി ഓൾറെഡി അല്ലാതെ അപ്ലൈ ചെയ്ത് നേഴ്സായിട്ട് പോയി കിട്ടിയ ഒരാളാണ്. അല്ലെങ്കിൽ പിന്നെ ചിലവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് ഓൾറെഡി സെറ്റിൽ ആയവരാണ്. ചിലർ ന്യൂസിലൻഡിൽ നിന്ന് മൂവ് ചെയ്യുന്നു, UK നിന്ന് മൂവ് ചെയ്യുന്നു. ഇവരൊക്കെ ഓൾറെഡി ഫാമിലി ആയിട്ട് വന്നേക്കുന്ന ഒരു വ്യക്തികളാണ്. അവരോട് നിങ്ങൾ ചോദിച്ച് നിങ്ങളുടെ ഫീൽഡ് എങ്ങനെയാണ്, അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് വരാൻ ഞാൻ ഒരിക്കലും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് സജസ്റ്റ് ചെയ്യത്തില്ല. അപ്പം നിങ്ങളുടെ സെയിം ജേണിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ, നിങ്ങൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനോട് ചോദിക്കുക, അവരോട് ചോദിക്കുക എങ്ങനെയുണ്ട് ഓസ്ട്രേലിയ വന്നിട്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നിങ്ങളുടെ സെയിം ജേണിയിലുള്ളവരോട് കേൾക്കുക. അല്ലാണ്ട് ഈ വേറെ മോശമായിട്ടൊന്നും വിചാരിക്കുക, അതിങ്ങനെ ഫാമിലി ആയിട്ട് വന്ന് സെറ്റിലായവർ അങ്ങനെ അവർക്ക് ആ ഒരു സ്ട്രഗിൾ അറിയത്തില്ല. കാര്യം അവർക്ക് സ്ട്രഗിൾ ഇല്ല എന്നല്ല, നിങ്ങളുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നുള്ള സ്ട്രഗിൾ അറിയില്ല, അവരുടെ സ്ട്രഗിൾ വേറെയാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ലിസൺ ടു ദ റൈറ്റ് പീപ്പിൾ, അല്ലെങ്കിൽ ഡോണ്ട് ലിസൺ ടു ദ റോങ് പീപ്പിൾ എന്ന് വേണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ പറയാം. നിങ്ങൾ മാക്സിമം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക.
ഓൾറെഡി വന്ന നിങ്ങളുടെ ഫീൽഡിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഓസ്ട്രേലിയയുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെല്ലാവരും ഓസ്ട്രേലിയയിലേക്ക് വരാൻ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോ കുറേ പേര് ഓൾറെഡി പഠിക്കുന്നവരൊക്കെയാണ്. അപ്പം നിങ്ങൾക്കും അതിനകത്ത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ചേരണം, അവരുമായിട്ട് സംസാരിക്കണം, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിക്കണം. ചില സിറ്റുവേഷനിൽ സെയിം യൂണിവേഴ്സിറ്റി ആയിരിക്കും, സെയിം കോഴ്സ് ആയിരിക്കും. അപ്പോൾ അവരുമായിട്ടൊക്കെ കണക്ട് ചെയ്യണം. നിങ്ങൾ എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊരു DM അയക്കുക. ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഇത് പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് 2 കാറ്റഗറിയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ്. അപ്പം അത് ഏത് കാറ്റഗറി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണെന്ന് നോക്കിയിട്ടാണ് ഈ ഒരു പോയിന്റ് പ്രാപ്തമാവുന്നതെന്ന് പറയാം. കാര്യം ഒരു സൈഡ് ഓഫ് സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ മലയാളികൾ അങ്ങനെ കണ്ടിട്ടില്ല. സ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നു, അവരുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് പൈസ ഉണ്ടാക്കുക. PR അല്ല, നമ്മൾ മാക്സിമം പൈസ ഉണ്ടാക്കുക. ആ ഒരിത് അവർക്ക് ഈ പോയിന്റ് ആപ്തമല്ല. രണ്ടാമത്തെ സെറ്റ് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ വരുന്നു, പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് PR ആണ് അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. മിക്കവരുടെയും ലക്ഷ്യം എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലവർ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ കുറച്ച് നാളത്തേക്ക് എന്നുള്ള രീതിയിൽ വരുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ PR ആ ലക്ഷ്യമെങ്കിൽ കേൾക്കേണ്ട ഒരു ഇതാണ്, ഡോണ്ട് സെലക്ട് ദ റോങ് കോഴ്സ് എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിന് അടുത്തത്, എൻ്റെ ഫീൽഡ് ബിസിനസ് ഫീൽഡാണ്. ഞാൻ കൊമേഴ്സ് എടുത്ത വ്യക്തിയാണ്. എന്ന് വെച്ചാൽ കൊമേഴ്സ് എടുത്തുള്ള ഒരു വ്യക്തിക്ക് PR കിട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ ബിസിനസ് ഡിഗ്രി എടുത്തുള്ള ആൾക്ക് PR കിട്ടില്ല, അങ്ങനെയല്ല. അതിനകത്തും PR സ്കോപ്പുള്ള കോഴ്സ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഏജൻസി പറഞ്ഞു തരാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. കാര്യം ഏജൻസിയെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏജൻസീസിൻ്റെ കാര്യം വരാനടുത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒരിക്കലും കുറ്റം പറയില്ല. അവരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ബിസിനസ്സാണ്. അവരുടെ ലാഭം നോക്കും, നിങ്ങളുടെ ലാഭം നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചില യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ഉണ്ടാവും. ആ യൂണിവേഴ്സിറ്റിയിൽ ചില സ്പെസിഫിക് കോഴ്സ് ആയിരിക്കും ആ ഒരു യൂണിവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അത് ഏജൻസീസ് വഴിയായിരിക്കും അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഏജൻസി, ഇപ്പം നിങ്ങൾ പോകുന്ന ഏജൻസി ഏതാണോ, അവർ ഏത് യൂണിവേഴ്സിറ്റിയാണോ ടൈപ്പ്, ആ യൂണിവേഴ്സിറ്റിയിലെ ഏത് കോഴ്സാണോ ആ യൂണിവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത്, അതായിരിക്കും അവരെപ്പോഴും നിങ്ങളോട് എടുക്കാൻ പറയുന്നത്. അതൊരു 10 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങളത് എടുക്കും. പക്ഷേ നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ നോക്കും സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ നിങ്ങളുടെ കോഴ്സ് ഉണ്ടോ എന്ന് നോക്കും. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ നോക്കാത്തൊരു കാര്യം, സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് PR കിട്ടണമെന്നുണ്ടോ? ഒരു ഉറപ്പില്ല. സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള എല്ലാ കോഴ്സിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാം. ദാറ്റ് ഡസൻറ്റ് മീൻ യു വിൽ ഗെറ്റ് എ PR. യു ക്യാൻ ജസ്റ്റ് അപ്ലൈ. ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാം. PR അപ്ലൈ ചെയ്തിട്ട് PR കിട്ടിയില്ലേ കാര്യമുണ്ടോ? അത് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ നോക്കേണ്ട എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞൊരു കരിയർ ഓപ്ഷൻ PR ലിസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ ഈ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ട്. പക്ഷേ അതെത്ര കോമ്പറ്റീറ്റീവാണ്, അത് കിട്ടാൻ എന്തൊരു പാടാണ്. ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ 100 എബോവ് വേണമായിരുന്നു. അതായത് 100 എബോവ് പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേണമായിരുന്നു PR കിട്ടാൻ. മിനിമം 65 പോയിന്റ് മതി അപ്ലൈ ചെയ്യാൻ ഒരാൾക്ക്. നേഴ്സിനൊക്കെ 65 മതി. അപ്പം 100 കൂടുതൽ പോയിന്റ് വേണമായിരുന്നു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് PR കിട്ടാൻ. അപ്പം PR അപ്ലൈ ചെയ്യാൻ കിട്ടില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ആണെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഡോണ്ട് സെലക്ട് ദ റോങ് കോഴ്സ് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പം നിങ്ങളോട് എന്ത് നോക്കിയിട്ടാണ് അപ്പം നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മോസ്റ്റ് ഡിമാൻഡിങ് ഒക്യുപ്പേഷൻസ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനൊരു ചെറിയൊരു ഇതായിട്ട് പറഞ്ഞുതരാമെന്നത്തെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയുടെ റീസെൻറ്റ് സർവേ അനുസരിച്ച്, അതായത് ഓസ്ട്രേലിയയുടെ ലേബർ മാർക്കറ്റ് പഠിച്ചിട്ട് ഓരോ സ്റ്റേറ്റിലും ഏതൊക്കെ ജോലിക്ക് എന്തൊക്കെ ഡിമാൻഡ്, അല്ലെങ്കിൽ എത്രയും ഡിമാൻഡാണ് ഉള്ളതെന്ന് അവർ പറഞ്ഞിരിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ വിക്ടോറിയ സ്റ്റേറ്റ് കൊടുക്കുന്നു, വെസ്റ്റേൺ ഓസ്ട്രേലിയ സ്റ്റേറ്റ് കൊടുക്കുന്നു. ഈ 2 സ്റ്റേറ്റിലും ഓരോ ഒക്യുപ്പേഷൻ, ഇപ്പോൾ നേഴ്സ് എടുക്കുന്നു, ടീച്ചേഴ്സ് എടുക്കുന്നു, എഞ്ചിനീയർ, ഇപ്പോൾ ഈ 3 ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഈ 3 വിക്ടോറിയയിൽ എന്തോരം ഡിമാൻഡ് ഉണ്ട്. അതിനകത്ത് 3 ഓപ്ഷൻ എനിക്കൊന്നാണ് സ്ട്രോങ് ഡിമാൻഡ്, മീഡിയം ഡിമാൻഡ്, ലോ ഡിമാൻഡ്. ഈ ഒന്നൊരു രീതിയിൽ തിരിച്ചേക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിക്ടോറിയയെ കാണാം. നേഴ്സിന് സ്ട്രോങ് ഡിമാൻഡ് ആണോ, ലോ ഡിമാൻഡ് ആണോ, മീഡിയം ഡിമാൻഡ് ആണോ? അപ്പോൾ സ്ട്രോങ് ഡിമാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നേഴ്സിന് അവിടെ PR കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ലോ ഡിമാൻഡ് ആണെങ്കിലും മീഡിയം ഡിമാൻഡ് ആണെങ്കിലും അതിനനുസരിച്ച് കുറയും. അതേ സമയത്ത് ചിലപ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്ക് നേഴ്സിന്
സ്ട്രോങ് ഡിമാൻഡ് അല്ല, ലോ ഡിമാൻഡ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് ഏത് സ്റ്റേറ്റിന് നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാൻ നടത്താം, അതും നോക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോഴ്സും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏതാണെന്ന് നോക്കാം. ആ കോഴ്സ് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ, ഇപ്പം ടീച്ചിങ് ഡിഗ്രിയാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ് ആവുന്നത്? ടീച്ചർ എന്നൊരാളാണ്. ആ ഒക്യുപ്പേഷൻ ഈ സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റിൽ സ്ട്രോങ് ഡിമാൻഡ് ആണോ എന്ന് നോക്കാം. ഓരോ സ്റ്റേറ്റും നമുക്ക് എടുത്തു നോക്കുക എന്നതാണ് ഈ സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റിൻ്റെ വലിയൊരു ഗുണം. നിങ്ങൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിട്ട് വരാനിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടീച്ചേഴ്സിന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ടീച്ചിങ് ഡിഗ്രീൻ്റെ പല ടൈപ്പ് ഓഫ് ടീച്ചേഴ്സ്, സെക്കൻഡറി, പ്രൈമറി, ഇയർലി ചൈൽഡ്ഹുഡ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസ് വരും. അതിനകത്ത് ഓരോ സ്റ്റേറ്റിനും വെസ്റ്റേൺ ഓസ്ട്രേലിയ, വിക്ടോറിയ, കാൻബറ, അങ്ങനെ ഓരോ സ്റ്റേറ്റിൻ്റെയും എത്ര ഡിമാൻഡ് ഉണ്ടെന്ന്, ഹൈ ഡിമാൻഡാണോ ലോ ഡിമാൻഡാണോ മീഡിയം ഡിമാൻഡാണോ എന്ന് നിങ്ങൾക്ക് ആ സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റിൽ വ്യക്തമായിട്ട് കാണാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫീൽഡ് എടുത്തിട്ട്, ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ അത് റിലേറ്റഡ് ഏതൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ, നിങ്ങളുടെ മനസ്സിൽ ഏതൊക്കെ കോഴ്സസ് ആണ്, അതിൻ്റെ ഒക്യുപ്പേഷൻ അതായത് ഔട്ട്കമും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് ആവുന്നത്. ബിസിനസ് അനലിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് ആവും. അപ്പോൾ ആ ഒക്യുപ്പേഷൻ വെച്ചിട്ട് നമ്മൾ സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റിൽ എടുത്തിട്ട് ഡിമാൻഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒരു പ്രാവശ്യം ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാൻ ഹാപ്പിയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റിലുള്ള കോഴ്സ് അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ടോ എന്നും കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങളോട് ഏജൻറ്റ് പറഞ്ഞു ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാമെന്ന് ഓർത്ത് കോഴ്സ് എടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ PR കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ആ ഒരിത് എനിക്ക് പറ്റിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഏജൻറ്റ് പറയുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് വരാണ്ട് നിങ്ങളുടേതായ റിസർച്ച് നടത്തിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തെറ്റായിട്ടുള്ള കോഴ്സ് എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ ഭയങ്കര പാഷനേറ്റ് ആണ്, ഭയങ്കര ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്നതിൽ തെറ്റില്ല. അപ്പം നിങ്ങൾ അതനുസരിച്ചുള്ള എഫേർട്ട് ഇടാനായിട്ട് റെഡി ആവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ പറ്റുന്ന വെച്ചാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. എനിക്കൊരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാര്യം അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ആ ഒരു ജേണിയിലൂടെ കടന്നു പോകുന്ന ഒരാളായി കൊണ്ട് പറയാം. നമുക്ക് നാട്ടിലെ പോലെ ചുമ്മിരുന്ന് പഠിച്ചാൽ പോരാ. നമുക്കിവിടെ പണിയെടുക്കണം, പാർട്ട് ടൈം ജോലിക്ക് വേണം, വീട്ടിൽ പണിയുണ്ട്, അത് ഇതെല്ലാം കൂടി ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്ര പാഷനേറ്റ് ആവാനുള്ള എഫേർട്ട് ഇടാനായിട്ട് നമുക്ക് പറ്റണം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് നമുക്ക് പിന്നെയും അത്രയും സ്ട്രഗിൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓക്കെ, അത്രയും PR വേണ്ടി അത്രയും കഷ്ടപ്പെടാൻ. പക്ഷേ അത്രയും കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഇച്ചിരി പാടാണ് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പം മാക്സിമം നമുക്ക് PR കിട്ടാൻ എളുപ്പമായിട്ടുള്ള ഒരു കോഴ്സ് എടുത്തിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് യുവർ യൂണിവേഴ്സിറ്റി ലൈഫ് എന്നാണ്. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് മീ ഒരു സ്റ്റേജിൽ നമ്മൾ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വന്നതാണ്. പക്ഷേ നമ്മൾ പാർട്ട് ടൈം എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. അതിന് തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. ഞാനും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ളവരും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒപ്പം യൂണിവേഴ്സിറ്റി ലൈഫ് അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യം മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഞാൻ തന്നെ എടുത്തു പറയാം, അങ്ങനെ വലിയ ഹൈ ഡിസ്റ്റിങ്ഷനോ ഒക്കെ കിട്ടിയിട്ട് വലിയ ചേനയോ ആനയോ ഒന്നും മറയ്ക്കാനൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ കിട്ടുന്നൊരു സംഭവമാണ് നമുക്ക് കുറേ കണക്ഷൻസ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചാലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ എന്നും പോയി കുറച്ചൊരു കണക്ഷൻ ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് നടത്തിയാലോ കിട്ടാവുന്നൊരു സംഭവമാണ്. ഇവിടെ കണക്ഷൻസ് എന്ന് പറഞ്ഞത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറേ പേർക്ക് പാർട്ട് ടൈം തൊട്ട് പ്രൊഫഷണൽ ജോബ്സ് വരെ കിട്ടുന്നത് ഈ പറഞ്ഞ കണക്ഷൻസും ഈ പറഞ്ഞ നെറ്റ്വർക്കിംഗ് മുഖേനയും. ഇവിടെ റീസെൻ്റ്ലി ഒരു സർവേ നടത്തിയത് 80% കൂടുതൽ ജോലികൾ കിട്ടിയത് റെക്കമെൻഡേഷൻസ് വഴിയാണെന്നാണ്. ഞാൻ പറയുന്നത് പ്രൊഫഷണൽ ജോലികളുടെ കാര്യമാണെന്ന് ഓർക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നെറ്റ്വർക്കിങ്ങും അല്ലെങ്കിൽ കണക്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൊഫഷണൽ നെറ്റ്വർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ലൈഫ് എന്ന് പറഞ്ഞത്. നിങ്ങൾ പാർട്ട് ടൈം ചെയ്ത് യൂണിവേഴ്സിറ്റിയിലും പോകാണ്ട് അസൈൻമെൻറ്റും ചെയ്ത് ചുമ്മാ അസൈൻമെൻറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്ത് വയ്ക്കാം. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പാസ്സാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്റ്റിങ്ഷൻ ഒന്നും കിട്ടില്ല, ഡസൻറ്റ് മാറ്റർ. ഇവിടെ ഡിസ്റ്റിങ്ഷനോ ഞാൻ പറഞ്ഞല്ലോ വലിയ മാർക്കിലൊന്നും ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾ പാസ്സായി അത് മാത്രമേ നോക്കുള്ളൂ, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് പോലും നോക്കത്തില്ല. പക്ഷേ നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്,
അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ ഇന്നും യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് ആൾക്കാരൊക്കെ കണക്ഷനായിട്ട് അവൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നല്ലതാണ്, അത് നല്ലതാണ്, അവന് കുറേ കണക്ഷൻസ് ഉണ്ട്. അത് കാരണം ഇപ്പോൾ അവൻ നല്ല ജോലിയുണ്ട്. ഞാൻ ഇപ്പോഴും ആ കിച്ചൺ ഹാൻഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ചിന്താഗതി പിന്നീട് വരരുത് നിങ്ങളുടെ തലയിൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളോട് ഞാൻ വലിയ മാർക്ക് മേടിച്ച് പഠിച്ച് ഭയങ്കര 100-100 മേടിക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്. മാക്സിമം യൂണിവേഴ്സിറ്റി ലൈഫ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൂടാണ്ട് എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് UWLൊക്കെ എന്തോരം ജോബ് ഹണ്ടിങ് ഇവൻറ്റ്സും അല്ലെങ്കിൽ കുറേ പ്രോഗ്രാംസും കുറേ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സും ഒക്കെ ഉണ്ടായി. അതിൻ്റെ പലപ്പോഴും ഇമെയിൽ വന്നപ്പോഴൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഇതൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. അത് അപ്പം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇതൊക്കെ കഴിയുമ്പോൾ അന്നെങ്ങാനും പോയി അറ്റൻഡ് ചെയ്ത് കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടായിരുന്നെങ്കിൽ ഈ ജോബ് ഹണ്ടിങ് ഇവൻറ്റ്സിലൊക്കെ വരാൻ നേരത്ത് പല പല കമ്പനീസും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല ബിസിനസ്സിൻ്റെ ആളുകളൊക്കെ വരും. അതിപ്പോൾ നിങ്ങളുടെ ഏത് ഫീൽഡ് ആയിക്കോട്ടെ. ഇപ്പം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ കുറേ ഇതുപോലത്തെ ഇപ്പം പറഞ്ഞത് കൂടാണ്ട് കുറേ നെറ്റ്വർക്കിംഗ് ഹബ്ബൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇത്രയും ഫീസ് കൊടുത്ത് നമ്മളൊരു യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു $5 അല്ലെങ്കിൽ $20 എക്സ്ട്രാ കിട്ടാൻ വേണ്ടി ആ ദിവസത്തെ ക്ലാസ് വന്നിരിക്കും പഠിക്കുമെന്ന്. അപ്പം ഈ ഒരു എന്താ പറയുക, ഈ ഫെസിലിറ്റീസും ഈ ഇവൻറ്റ്സും ഇതിൻ്റെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ആ സമയത്ത് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാമെന്ന് ജോലിക്ക് പോയി അന്ന് വെച്ച് ഇതിൻ്റെ അർത്ഥം ജോലിക്ക് പോകേണ്ടതാണ്. ആ ചേച്ചിയുടെ വീഡിയോ കണ്ടു ഇനി തൊട്ട് ഞാൻ ജോലിക്ക് പോകില്ല, യൂണിവേഴ്സിറ്റിക്ക് മാത്രം പോകണം. അതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് 24 മണിക്കൂറുണ്ട് വർക്ക് ചെയ്യാൻ. നിങ്ങൾ 24 മണിക്കൂർ വർക്ക് ചെയ്യും. അന്ന് വെച്ച് ഇപ്പം നിങ്ങൾക്ക് അല്ലാണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വർക്ക് ചെയ്യും. ഈ ക്ലാസ് കളഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ അത് പോവാണ്ട് വർക്ക് ചെയ്യുന്നതിനോ അത് പിന്നീട് ഇപ്പം നമുക്ക് ഓർക്കും, ഈ ചേച്ചി ഇങ്ങനെയെന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ റിഗ്രറ്റ് ചെയ്യത്തില്ല. നമ്മൾ കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓർക്കും, ദൈവം ഇത്രയും ഫീസ് കൊടുത്ത് പഠിച്ചു, ആ യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ ഇവൻറ്റ്സ് ഉണ്ടായി, അതിനകത്തൊന്നും പോയില്ല. കുറച്ച് നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ പോലെ മറ്റവനെ പോലെ കുറച്ചുകൂടി സെറ്റപ്പായിട്ട് നടക്കാറുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അതാണ് ഈ ഒരു പോയിന്റ്. യൂണിവേഴ്സിറ്റി ലൈഫ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം പിന്നീട് ചിന്തിക്കാൻ നേരത്തെ ഇത്രയും ഫീസ് കൊടുത്ത് നമ്മൾ പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റി ലൈഫിൽ നീ എന്താ ചെയ്ത് എന്ന് ചിന്തിക്കാൻ നേരത്തെ നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. ഓക്കെ, അതാണ് ആ ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ഫർഗെറ്റ് ടു ആഡ് പോയിന്റ്സ് ഓൺ ദ ടേബിൾ. അതുകൊണ്ട് ഞാൻ എന്തോ ഉദ്ദേശിച്ചത്, അപ്പം നിങ്ങൾക്ക് എന്ത് പോയിന്റിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് PR പോയിന്റ്സിൻ്റെ കാര്യമാണ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുന്നു പാർട്ട് ടൈം ജോലിക്കുന്നു. ഓക്കെ, നോർമൽ ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ അതിനകത്ത് ആരും തെറ്റ് പറയാനൊന്നുമില്ല. പക്ഷേ കുറച്ച് സ്റ്റുഡൻസ് ഇതിനകത്ത് ഇപ്പം 90% ഇങ്ങനെയാണ്. ഇതിനകത്തൊരു 10% കുട്ടികൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുന്നു, ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ അത് സെയിം ഫീൽഡിലായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കൊച്ച് ചിലപ്പോൾ അവരുടെ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആ ഒരു ഫീൽഡിൽ തന്നെ ചെറിയ വല്ല അസിസ്റ്റൻ്റായിട്ടൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ സ്കിൽസിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോവാണ്. നമ്മൾ വരണ സമയത്ത് തന്നെ സ്കിൽസിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോവാണ്. അങ്ങനെ വരാൻ നേരത്തെ എന്നാ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ഫീൽഡിലൊരു ജോലി ഉണ്ടാവും. അപ്പം നിങ്ങളോർക്കും അതിന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ ഫീൽഡിൽ ജോലി ഇല്ലല്ലോ, അപ്പം അതുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോർക്കും, അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പൊസിഷനിൽ ചിലപ്പോൾ അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് വലിയ കാര്യം. അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാം. പക്ഷെ അതേ സമയത്ത് ഈ 90% ആളുകൾ ചിലപ്പോൾ ഒരു കിച്ചൺ ഉണ്ടായിട്ടോ വെയിട്രസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ ആളുകൾ പഠിച്ച് കഴിയുമ്പോഴായിരിക്കും ഒരു ഇൻറ്റേൺഷിപ്പിന് കയറുന്നത്. ഇൻറ്റേൺഷിപ്പ് കയറി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചെറിയൊരു പൊസിഷൻ കിട്ടുന്നത്. അത് കഴിഞ്ഞ് പ്രൊമോഷൻ കിട്ടിയായിരിക്കും അയാളുടെ കറക്റ്റ് ചെയ്ത പൊസിഷൻ ആ ഒരു പൊസിഷൻ്റെ ജോലി കിട്ടുന്നത്. അങ്ങനെ വരാൻ നേരത്ത് ആൾക്ക് PR അപ്ലൈ ചെയ്യുന്ന നേരത്ത് എത്ര ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും? 0, മാക്സിമം 1 ഇയർ. 1 ഇയറിൻ്റെ എക്സ്പീരിയൻസിന് ഇവിടെ PR അപ്ലൈ ചെയ്യുന്നിടത്ത് 0 പോയിന്റ്സ് കണ്ട കിട്ടുന്നതാണ് എൻ്റെ ഒരു അറിവ്. അപ്പം നിങ്ങൾ അതേസമയം 10% ഒരു സ്റ്റുഡൻ്റാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്തു, ചെറിയൊരു ലെവലിൽ കയറി പറ്റി, എങ്ങനെയെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങളുടെ ഫീൽഡിലുള്ള കമ്പനിയിൽ കയറി പറ്റി. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചിറങ്ങിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫീൽഡിലെ നിങ്ങളുടെ പൊസിഷനിലെ ജോലിയുണ്ട്. അപ്പം നിങ്ങൾ PR അപ്ലൈ ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ നിങ്ങൾക്ക്
കുറച്ച് വൈകി അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങൾ ഈ പറഞ്ഞ 90% കൂടുതൽ 90%ത്തിലുള്ള ആൾക്കാരെയൊക്കെ കൂടുതൽ എന്തായാലും എക്സ്പീരിയൻസ് നിങ്ങളുണ്ടാവും. അങ്ങനെ വരാൻ നേരത്ത് ഈ അപ്ലൈ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കായിരിക്കും ഒബ്വിയസ്ലി ഈ 90%ത്തിൽ കൂടുതൽ ആളേക്കാൾ കൂടുതൽ PR വയ്ക്കാൻ നേരത്ത് പ്രെഫറൻസ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ്സിന്റെ കാര്യം പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് പോണ വഴിക്ക് എങ്ങനെയൊക്കെ പോയിന്റ്സ് മാക്സിമം എന്താ കൂട്ടാൻ നോക്കുക, അതൊക്കെ ചെയ്യാം. അതിപ്പോൾ ഇത് മാത്രമല്ല, എക്സ്പീരിയൻസിന്റെ മാത്രമല്ല. ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് IELTS നിങ്ങൾക്ക് അതിനുള്ളത് ചില സമയത്ത് ഫ്രീ ആയിട്ട് ചുമ്മാ IELTSന്റെ നോക്കാം. IELTSന് തന്നെ മാക്സിമം സ്കോർ നിങ്ങൾ PR അപ്ലൈ ചെയ്യാൻ നോക്കുക. അതിനുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ തന്നെ വന്ന സമയത്ത് ചേച്ചിയെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പിള്ളേർ അങ്ങനെയാട്ടോ. അപ്പൊ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചേച്ചി വരുമ്പോൾ തന്നെ ഓക്കെ IELTS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ IELTS ഞാൻ പ്രിപ്പയർ ചെയ്ത് PR ആ സമയത്ത് അതല്ല. അതിനുള്ള പ്രിപ്പറേഷൻസ് നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോഴത്തേക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. ഓൺ ദ വേ നിങ്ങൾ PR അപ്ലൈ ചെയ്യാവുന്ന സമയത്തായിരിക്കരുത് നിങ്ങൾ IELTSന് പഠിക്കാൻ നോക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ഓൺ ദ വേ തന്നെ നിങ്ങൾ മാക്സിമം IELTSന് മാക്സിമം എങ്ങനെ സ്കോർ ചെയ്യാം. IELTSന് 9 അല്ലെങ്കിൽ 8 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 6.5 എയിം ചെയ്യാതെ 9 കിട്ടാനും 8 കിട്ടാനും ഒക്കെ എയിം ചെയ്യാം. അപ്പം അത് മാക്സിമം സ്കോർ നിങ്ങൾ PR ആഡ് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് നാറ്റ് ചെയ്യാം. നാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഭാഷ ഇംഗ്ലീഷ് അല്ലാണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ഹിന്ദിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനൊരു എക്സാം കിട്ടും, നമുക്ക് എക്സ്ട്രാ 5 പോയിന്റ്സ് കിട്ടും. അങ്ങനെ മാക്സിമം ഏതൊക്കെ രീതിയിൽ ഇപ്പം നിങ്ങൾ കോഡിങ്ങോ IT ഒക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഇയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും. എന്തൊക്കെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു PR വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഈ ഓൺ ദ വേ മാക്സിമം നമ്മൾ ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരാൻ നേരത്ത് PR അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ഇതിൽ PR അപ്ലൈ ചെയ്യുന്നിടത്തായിരിക്കും നിങ്ങൾ അതൊക്കെ റിസർച്ച് ചെയ്ത് അതൊക്കെ ചെയ്ത് കിട്ടി വരുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്യുന്നത് ലേറ്റ് ആവും, PR വരുന്നതും ചിലപ്പോൾ അതിനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷൻ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ പോണ വഴിക്ക് തന്നെ PR എന്തൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ സ്കിൽസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഏൺ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഡോണ്ട് ഫർഗെറ്റ് അബൌട്ട് ദ ലോങ് ടേം ഗോൾ എന്നുള്ള രീതിയിലാണ്. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസും കുറേ പേര്, ഞാൻ അങ്ങനെ ആരെയും മോശം പറയുന്നതൊന്നുമല്ല കേട്ടോ, എല്ലാവർക്കും അവരുടേതായ ചിന്താഗതിയും അവരുടേതായ പെർസെപ്ഷനും ഉണ്ട്. അതിനകത്തൊന്നും തെറ്റില്ല. ഒരിക്കലും ഒരാളുടെ ചിന്താഗതി തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ലോങ് ടേമിലേക്കുള്ള ഗോൾ എല്ലാവരും മറക്കുന്ന ഒരിത് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ഒരു സ്റ്റുഡൻറ്റ് ആള് വന്നത് എങ്ങനെ എനിക്ക് തോന്നുന്നു സിഡ്നിയോ മെൽബൺ ആ ഒരു സിറ്റുവേഷൻ ആണെന്ന്. അപ്പം ഞാൻ ആളോട് ചുമ്മാ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ആ ഒരു സ്ഥലം എടുത്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ആ സമയത്ത് തന്നെ കർട്ടിൻ യൂണിവേഴ്സിറ്റി വെസ്റ്റേൺ ഓസ്ട്രേലിയ UW അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം മെൽബണും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിക്ടോറിയ ഉണ്ടായിരുന്നു, വെസ്റ്റേൺ ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു. ആള് വെസ്റ്റേൺ ഓസ്ട്രേലിയ എടുക്കാണ്ട് വിക്ടോറിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി എടുത്തു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഐ വാസ് ആക്ച്വലി സർപ്രൈസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്തുകൊണ്ട് എടുത്തു എന്ന്. അപ്പം ആള് പറഞ്ഞതാണ് മെൽബൺ ആകുമ്പോൾ കുറച്ചുകൂടി സിറ്റി ലൈഫൊക്കെയാണ്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിലൊന്നും ലൈഫൊന്നും ഇല്ല എന്നാണ് കേട്ടത്. അപ്പോൾ അവിടെ ഒന്നും പോയി അടിച്ച് പൊളിക്കാനൊന്നും പറ്റൂല, നാട്ടിൽ തന്നെ അടിച്ച് പൊളിച്ചിട്ടാ എന്നുള്ള രീതിയിൽ. അപ്പം അതിനകത്ത് തെറ്റുണ്ടോ? ഒരു തെറ്റില്ല. ഞാൻ അതിനകത്ത് ആരെയും കുറ്റം പറയാം. ആള് കാണുന്നുണ്ടെങ്കിൽ എന്നോട് വെറും തോന്നരുത്. ഞാൻ പറഞ്ഞല്ലോ ഒപ്പീനിയൻ ആവുക, നമുക്ക് അതിനൊന്നും തെറ്റൊന്നുമില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പെർസെപ്ഷനും. പക്ഷേ അതേ സമയത്ത് ആള് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ പോയായിരുന്നെങ്കിൽ ആൾക്ക് എക്സ്ട്രാ 5 പോയിന്റ്സും എക്സ്ട്രാ 1 ഇയർ സ്റ്റേ ബാക്കും കിട്ടിയാണ്. അപ്പം എല്ലാവരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എടുത്ത് പോവാം, അതാവുമ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം, ലൈഫുണ്ട്, അങ്ങനെ ചെയ്യാൻ. അതേസമയം നമ്മൾ റീജിയണൽ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈഫൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ അവർ പോകത്തില്ല. പക്ഷെ അതേസമയം അവർ മറക്കുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ ഏരിയയിലുള്ള യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷമല്ല, ചില റീജിയണൽ ഏരിയയിൽ 2-3 ഇയേഴ്സ് വരെ എക്സ്ട്രാ നിൽക്കാനുള്ളൊരു സമയം കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഒരു A എന്ന് പറഞ്ഞുള്ള ഒരാൾ മെൽബണിലോട്ട് വന്നു, B എന്ന് പറഞ്ഞ ഒരാൾ പെർത്തിലോട്ട് പോയി. ഇപ്പം A എന്നുള്ള പറഞ്ഞ ആൾ മെൽബണിൽ പോകാൻ കാര്യം സിറ്റി ലൈഫൊന്നും, B എന്നുള്ള ആൾ ഓക്കെ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ എന്നുള്ള രീതിയിൽ. ഇപ്പം ഈ 2 പേരും ഒരേ ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ വരാൻ നേരത്ത് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, മെൽബൺ പെർത്തും തമ്മിലുള്ള. അത് നിങ്ങൾ അത് വേണമെങ്കിൽ എടുത്ത് കാണുക. അതിനകത്ത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. ഇത് രണ്ടും സെയിം ഫീൽഡിലുള്ള ആളാണ്. 2 പേരും എഞ്ചിനീയറിംഗാണ് പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങി. ഇയാൾക്ക് അപ്ലൈ ചെയ്യാനടുത്തുള്ള പോയിന്റ് എന്ന് പറഞ്ഞത് 70 പോയിന്റ്സ് ആണ് A എന്നുള്ള ഒരാൾക്കുള്ളത്. B എന്നുള്ള ഒരാൾക്ക് 75 പോയിന്റ്സും ഉണ്ട്, പ്ലസ് എക്സ്ട്രാ 1 ഇയർ സ്റ്റേ ബാക്കും ഉണ്ട്.
അങ്ങനെ വരാൻ നേരത്ത് എ എന്നുള്ള ഒരാളുടെ സമയം തീരാറായിട്ടും അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ ബി എന്നൊരാൾക്ക് അപ്ലൈ ചെയ്തു ഇതുവരെ കിട്ടിയിട്ടില്ലായിരിക്കാം, പക്ഷെ ആൾക്ക് എക്സ്ട്രാ 1 വർഷം കൂടി ഉണ്ട്. അപ്പം ആൾക്ക് സ്ട്രെസ് അടിക്കേണ്ട കാര്യം ഇല്ല. അപ്പം ഇവിടെ ഒരാൾക്ക് മെൽബണിൽ ഒരാൾക്ക് 3 വർഷമാണ് സ്റ്റേ ബാക്ക് കിട്ടണമെങ്കിൽ, 2 വർഷമാണ് സ്റ്റേ ബാക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ പേർത്തിലുള്ള ആൾക്ക് 4 വർഷമോ 3 വർഷമോ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ആ ഒരു ഇത് നിങ്ങൾ റീജിയണൽ യൂണിവേഴ്സിറ്റീസ് മാക്സിമം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വന്നത് ഷോർട്ട് ടേം ഗോൾ നോക്കാതെ ലോങ് ടേമിലേക്ക് എങ്ങനെ നമുക്ക് അതിൽ നിന്ന് വാല്യൂ ഉണ്ടാക്കാം എന്നുള്ളത് രീതിയിൽ ശ്രമിക്കുക. അതേപോലെ തന്നെ വേറെ ആ ഒരു എക്സാമ്പിൾ തന്നെ വേറെ പറയുവാണെങ്കിൽ ചിലപ്പോൾ എഞ്ചിനീയേഴ്സിന് വേണ്ടത് 75 പോയിന്റ്സ് ആയിരിക്കും. ഇയാൾക്കുള്ളത് മെൽബണിലുള്ള ഒരാൾക്കുള്ളത് 70 പോയിന്റ്സ് ആണ് എല്ലാം എടുത്തിട്ടും. ഈ ഒരു എക്സ്ട്രാ 5 പോയിന്റ്സ് റീജിയണൽ ഏരിയയുടെ 5 പോയിന്റ്സ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ബി എന്നുള്ള ഒരാൾക്ക് PR കിട്ടുന്നത്. അതുകൂടാണ്ട് ഈ 1 വർഷം എക്സ്ട്രാ കിട്ടുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വലിയൊരു ഭാഗ്യമെന്ന് ഞാൻ പറയും. കാര്യം ആ 1 വർഷത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 1 മാസത്തിൽ PR കിട്ടാനുള്ള ആളുടെ അതിന് മുന്നേ ആളുടെ സമയം തീർന്നുകൊണ്ട് നാട്ടിൽ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നവരുണ്ട്. ലൈക്ക് അതിപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യം ഓസ്ട്രേലിയയുടെ കാര്യം അല്ലാണ്ട് ഞാൻ പറയുന്നത് അല്ലാതെ. അപ്പം നമുക്ക് ആ ഒരു ഓരോ മാസവും വിലപ്പെട്ടതാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ കുറേ പേര് PR കിട്ടാനായിട്ട് പിന്നെയും വേറെ വേറെ കോഴ്സ്, കാര്യം സമയമില്ല. അപ്ലൈ ചെയ്തു പക്ഷെ വെയിറ്റിംഗ് ചെയ്യാം, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഇയാളുടെ വിസ തീരാറായതുകൊണ്ട് ആൾ അടുത്ത കോഴ്സ് എടുത്ത് അത്രയും കുറേ പൈസ പിന്നെയും സ്പെൻഡ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ 1 വർഷം എന്ന് പറഞ്ഞാൽ വലിയ വാല്യുബിൾ ആണ്. അപ്പം ഇതൊക്കെ ഞാൻ പറയും കാര്യം റീജിയണൽ ഏരിയ. അപ്പം ലോങ് ടേം റീജിയണൽ ഏരിയ ഇതല്ല ഇവിടുത്തെ പ്രശ്നം. ലോങ് ടേം ഗോൾ എന്ന് പറയാൻ നേരത്ത് റീജിയണൽ ഏരിയയും സിറ്റിയുടെ കാര്യം മാത്രമല്ല, ഇപ്പം ഞാൻ പഠിക്കുന്ന കാര്യം നിങ്ങൾ ജീവിക്കാൻ മറക്കരുത്. നിങ്ങൾ ഇവിടെ വന്നത് പൈസ ഉണ്ടാക്കാൻ മാത്രമായിട്ടല്ല. നമുക്ക് ഓക്കെ ചിലപ്പോൾ ഒരു മണിക്കൂർ ഓക്കെ അവർ വിളിച്ചു എന്തെങ്കിലും ആവട്ടെ ക്ലാസ് കളഞ്ഞിട്ട് പോവാം, അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് ചിലപ്പോൾ ആ ഒരു ക്ലാസ് കളഞ്ഞ് പോകണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3 മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് ആയിരിക്കും കിട്ടുക. ചിലപ്പോൾ അതേസമയം നിങ്ങൾ ആ ഒരു യൂണിറ്റ് കളയണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ $5000 3 മണിക്കൂറിന് മാക്സിമം എത്ര കിട്ടും? 3 9 30 വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ $90. അതിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റിൻ്റെ $5000 കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അതൊക്കെ നിങ്ങൾ ലോങ് ടേം ഗോൾ $5000 യൂണിറ്റ് തോക്കിട്ട് $5000 കൊടുക്കണേയാണോ നമ്മൾ കാസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ $30 അല്ലെങ്കിൽ $90 കിട്ടതാണോ നിങ്ങൾക്ക് വലുതെന്ന് നോക്കാം. അപ്പം നിങ്ങൾ $90 ലാഭത്തിന് വേണ്ടി $5000 കൊണ്ടേ കളയരുത്. അപ്പം അതൊക്കെ ലോങ് ടേം ഗോൾ. പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിയിരുന്ന് പഠിക്കണം എന്നൊന്നല്ല പറയുന്നത്, പഠിത്തം മറന്നിട്ട് ജോലി ചെയ്യരുത്. ഇതൊക്കെ ലോങ് ടേം ഗോളിൽ വരുന്ന ഒരു സംഭവമാണ്. അടുത്ത പോയിന്റ് എനിക്ക് പറയാൻ വരാത്ത എനിക്ക് ചിരി വരും. കാര്യം ഇത് പറയാൻ ഞാൻ ആളല്ല. ആ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് മാനേജിങ് യുവർ മണി. അതായത് നമ്മളിവിടെ വരാൻ നേരത്ത് നമ്മൾ പൈസ പണിയെടുക്കുന്നു. ഞാൻ തുറന്ന് പറയാലോ, ഓസ്ട്രേലിയയിൽ നല്ല ഏർണിങ്സ് കിട്ടുന്ന ഒരു രാജ്യമാണ്. അത് ബാക്കി രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് അതിനനുസരിച്ച് ചിലവില്ല എന്നല്ല, ചിലവുണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് നന്നായിട്ട് പൈസ കിട്ടും. അപ്പം നമുക്ക് പല പല കാര്യങ്ങൾ വാങ്ങാൻ തോന്നുന്നത് അതിനൊന്നും ഒരു തെറ്റൂല. ഞാൻ എടുത്തു പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ പൈസയുടെ കാര്യം കൊടുത്ത് ഒരിക്കലും സ്ട്രെസ് അടിക്കരുത്. എൻ്റെ ബ്രദർ എപ്പോഴും പറയുന്ന കാര്യം അതായത് ഞാൻ പൈസയുടെ കാര്യത്തിൽ സ്ട്രെസ് അടിക്കാറില്ല. പൈസയുടെ കാര്യം കൊടുത്ത് നിങ്ങൾ സ്ട്രെസ് അടിക്കാതെ പൈസ നമ്മൾ ചിലവാക്കണം. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഫുഡ് തന്നെ ഇഷ്ടപ്പെട്ട് മേടിക്കണം. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്കൊരു സൈഡിൽ അതേസമയം ഒരു എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ സേവിങ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം. അതില്ലാണ്ടുള്ള ചിലവാക്കൽ ആവരുത് നിങ്ങളുടെ ചിലവാക്കൽ. അപ്പം ഈ ഒരു മണി മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയാത്ത എൻ്റെ കാര്യത്തിലൊക്കെ പറയണമെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മണി മാനേജ്മെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടുകഴിഞ്ഞാൽ ഞാൻ മേടിക്കും. അതേസമയം ഇതിപ്പോൾ ഞാൻ മണി മാനേജ്മെൻറ്റ് അതെന്ന് വെച്ചാൽ സാധനം മേടിക്കരുതെന്നല്ല. കുറേ സ്റ്റുഡൻസ് ഗാംബ്ലിങ് ആയിക്കോട്ടെ, സ്മോക്കിംഗ് ആയിക്കോട്ടെ, ആൽക്കഹോൾ ആയിക്കോട്ടെ, ഇവിടെ കിട്ടാത്ത വേറെ ഡ്രഗ്സ് അതൊക്കെയുണ്ട്. അപ്പം അതിനകത്ത് കുറേ പേരും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാതിരിക്കുക. ആ പൈസ നമ്മൾ സൈഡിൽ ഒന്ന് എമർജൻസി ഫണ്ടോ സേവിങ്സ് ആയിട്ടോ ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് എമർജൻസി ഫണ്ട് സേവിങ്സ് ഒന്ന് എടുത്തെടുത്ത് പറയാൻ കാര്യം, നമുക്കിവിടെ ചിലപ്പോൾ സ്റ്റുഡൻറ്റ് ലൈഫിൽ നമുക്ക് വരുന്ന ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെൻറ്റും അതൊക്കെ ആയിരിക്കും. പക്ഷെ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേ ചിലവുകൾ അടുപ്പിച്ച് വരും. അപ്പോൾ നിങ്ങൾ പഠിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യാൻ നിർത്തി, നിങ്ങളുടെ 485 വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നിർത്തി ചിലവുണ്ട്, നിങ്ങളുടെ IELTSന് അപ്ലൈ ചെയ്യാൻ നിർത്തി ചിലവുണ്ട്. അങ്ങനെ കുറേ ഇപ്പം നിങ്ങൾ ഏജൻറ്റ് വഴി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചിലവുണ്ട്. അത് കഴിഞ്ഞിട്ട് PR എന്ന് പറഞ്ഞൊരു സമയത്ത്
അതിന് നല്ല ചിലവ്. ഈ ഒരു ചിലവൊക്കെ നമ്മൾ ഇത്രയും നാൾ ഇവിടെ പണിയെടുത്ത് നാട്ടിൽ നിന്ന് ഒരു പൈസയും മേടിക്കാണ്ട് പഠിച്ച് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പൈസ അയക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ പൈസ എടുത്ത് പണി എടുക്കുന്നില്ല ആ സമയത്ത് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ നിൽക്കത്തില്ല. നല്ല പൈസയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇത്രയും നാളും പൈസ മേടിക്കാണ്ട് പിന്നെ നാട്ടിൽ നിന്ന് പൈസ അയക്കുന്നത് അത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്നെ കടം മേടിക്കേണ്ടി വരും. അതൊക്കെ ഈ മണി മാനേജ്മെന്റ് എന്നുള്ളൊരു സംഭവം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ ഫുഡിനായിക്കോട്ടെ ബാക്കി കാര്യങ്ങൾക്കായിക്കോട്ടെ അതിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ചിലവായിരുന്നുണ്ട്. പിന്നീട് ഞാൻ റിഗ്രറ്റ് ചെയ്യൂ ആ പൈസ സേവ് ചെയ്യാമായിരുന്നു. ഫുഡിനെ ഞാൻ റിഗ്രറ്റ് ചെയ്തില്ല കേട്ടോ. അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ചതൊക്കെ ഞാൻ പിന്നീട് ഓർക്കും, ദൈവമേ അത് വെറുതെ മേടിച്ച് ഉപയോഗിക്കണമില്ല അത് ഇതൊക്കെ എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മളൊരു സൈഡിൽ സേവിങ്സ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പിന്നീട് ഭയങ്കരമായിട്ട് കുറേ PR-നൊക്കെ ഇവിടെ എത്ര ചിലവാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇവിടെ എന്തിനൊക്കെ ചിലവ് ഓർപ്പിക്കാതിരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കുറച്ചൊരു സൈഡിൽ പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആംബുലൻസ് വേണമെങ്കിൽ നമുക്ക് അതിന് ചിലവ്. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ അല്ലാത്തൊക്കെ ആണെങ്കിൽ എത്രയൊക്കെ പൈസ പോകുന്നത് അതൊക്കെ ഇച്ചിരി ശോകമാണ്. ഇതൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവാണ്. അപ്പം അതൊക്കെ നമ്മൾ ഓർത്തിട്ട് നമ്മൾ ചെറിയൊരു നമുക്ക് സേവിങ്സ് ചെറുത് വച്ചിട്ടുള്ള ചിലവൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം നമുക്ക് ഇവിടെ വരുമ്പോൾ ആഡംബരങ്ങൾ നമുക്ക് പിന്നെ പറ്റുന്നത് EMI കുറേ സാധനങ്ങൾ എടുക്കാം. കാര്യം നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേ ബാക്ക് പീരീഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഐഫോണോ അല്ലാത്ത കാര്യങ്ങളോ ലാപ്പൊക്കെ ആണെങ്കിലും ലാപ്പൊക്കെ അത്യാവശ്യം ഓക്കെ. പക്ഷെ ഒരു ലാപ്പുള്ള ഒരാൾക്ക് പിന്നെ അതിൽ സെറ്റപ്പ് ആയിട്ടുള്ള ലാപ്പ് എടുക്കുക. അതൊന്നും ലൈക്ക് EMI എടുക്കാം. ഓക്കെ, EMI എടുക്കാൻ അന്ന് നമുക്കൊരു iPad എടുക്കാം ചുമ്മിരുന്ന് കൊടുത്തിട്ട് EMI എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിൽ നിന്ന് EMI എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. കുറേ സാധനങ്ങൾ അങ്ങനെ മേടിച്ചു കൂട്ടുക. അത് അത്യാവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് പറയാനുള്ളത് യൂണിവേഴ്സിറ്റി ലൈഫിൽ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്, എന്നാലും ചില ഞാൻ എടുത്ത് പറയുവാണ്. അപ്പോൾ ഞാൻ ഓർത്തു അത് അടുത്ത പോയിന്റായിട്ട് ഒന്നുകൂടി പറയണം. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അതായത് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് നെറ്റ്വർക്കിംഗ് എന്നാണ്. അതായത് ഇവിടെ നെറ്റ്വർക്കിങ്ങിനും കണക്ഷൻസിനും എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ചിലവർ എന്നോട് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള രീതിയിൽ. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളൊരു മിണ്ടാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ്. പക്ഷേ നിങ്ങൾ പ്രൊഫഷണൽ ഫീൽഡിൽ വരാൻ നിർത്തി നെറ്റ്വർക്കിംഗ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് നിങ്ങൾ ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ലിങ്ക്ഡിനിലൂടെ നിങ്ങളുടെ ഫീൽഡിലുള്ള ആളുകളോട് കണക്ട് ചെയ്യുന്നതായിക്കോട്ടെ. എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് കിട്ടിയത് ലിങ്ക്ഡിൻ വഴിയാണ്. അപ്പം നമ്മൾ മാക്സിമം കണക്ഷൻസ്, അപ്പം ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്നുള്ളത് നമ്മൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളൊരു പ്രൊഫഷണൽ ജോബ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ വാല്യൂ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ കണക്ഷൻസും നിങ്ങളുടെ ഇന്റേൺഷിപ്പും നിങ്ങളുടെ ഗ്രാജുവേറ്റ് പ്രോഗ്രാമും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ നമ്മുടെ ഈ ലിങ്ക്ഡിനിലെ കണക്ഷൻസ് വഴിയായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം കണക്ഷൻസ് നിങ്ങളുടെ പ്രൊഫഷണൽ ഫീൽഡിൽ ഉണ്ടാക്കാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് പാർട്ട് ടൈം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഈവൻ ഞാനിപ്പോൾ പാർട്ട് ടൈം എക്സാമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു പോയിന്റിൽ മെയിനായിട്ട് പ്രൊഫഷണൽ ഫീൽഡാണ്. പാർട്ട് ടൈം ചിലവർക്ക് കിട്ടുന്നത് കുറേ അപ്ലൈ ചെയ്ത് കിട്ടില്ല. ചിലപ്പോൾ ഒരു റെഫറൻസ് വെച്ചിട്ടായിരിക്കും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രൊഫഷണൽ ജോലിയും വരാൻ നിർത്തുന്നത്. നിങ്ങൾ ചിലപ്പോൾ തുടക്കത്തിൽ കുറേ അപ്ലൈ ചെയ്ത് കിട്ടത്തില്ലായിരിക്കാം. പക്ഷെ അതേസമയം നിങ്ങൾക്ക് ആ ഒരു കമ്പനിയിൽ ഒരാളറിയാം, ആളുടെ ഒരു റെഫറൻസ് വെച്ചു, ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി അത്രയും കിട്ടും. കാര്യം എപ്പോഴും ഒരു റെഫറൻസോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനോ ഉണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത ബാക്കി ഒരാളെ അപേക്ഷിച്ച് ഇവിടെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയുള്ള ജോലികൾ 80% കൂടുതൽ ജോലികളും റെക്കമെൻഡേഷൻസ് വഴി കിട്ടി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നെറ്റ്വർക്കിംഗ് കണക്ഷൻസ് ഒക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് മനസ്സിലാവും കുറേ പേര് അങ്ങനെ സംസാരിക്കാത്ത വ്യക്തികളാണ്, ഇൻട്രോവേർട്ടാണ്, ഷൈ ആണ്. പക്ഷെ നമ്മൾ കുറച്ച് ഓർക്കാം, ഒന്ന് ജസ്റ്റ് മിണ്ടി കണക്ഷൻസ് ഉണ്ടാക്കി ഒരു പ്രൊഫഷണൽ റെഫറൻസ് കിട്ടുന്നതാണോ, അതെയോ പിന്നീട് വീട്ടിൽ ചെന്ന് അയ്യോ ജോലി കിട്ടണല്ലോ എന്ന് പറഞ്ഞ് കരയുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ സ്ട്രെസ് അടിക്കുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നം ഇതൊക്കെ ഉള്ളൂ. പറഞ്ഞു ഞാനിപ്പോൾ ടോപ്പിക്ക് മാറിപ്പോയി. ഞാൻ എന്തൊക്കെയോ ഉപദേശിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ലാത്ത സിറ്റുവേഷൻ. അപ്പം ഇതൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. എൻ്റെ ലൈഫിൽ നിന്നുള്ള ചെറിയ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ ചെറിയ ഉപദേശങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ദൈവമേ എനിക്കിപ്പോൾ തോന്നുന്നത് തന്തവൈബൊന്നും തോന്നരുത്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് തോന്നിയ കാര്യങ്ങളാണ്. എടുക്കുന്നവർക്ക് എടുക്കാം. ഇതെൻ്റെ ഒരു
അഭിപ്രായം മാത്രമാണ്. അഭിപ്രായം ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായം ശരിയല്ല എന്ന് പറയാൻ ഞാനും ആളില്ല. അപ്പം നിങ്ങൾക്ക് തോന്നിയത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി. പിന്നെ എന്നാ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM അയക്കുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും ശ്രമിക്കുക. കമൻറ്റ് സെക്ഷനിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടുക. വേറെ എന്നാ, ഈ വീഡിയോ നിങ്ങൾക്ക് തോന്നുകയാണ് വേറെ ആളുകൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.